എല്ലാവർക്കും മായ 3D ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു സീനിൽ എങ്ങനെ ലൈറ്റ് കൊണ്ടുവരാമെന്നും അത് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും നോക്കാം. അതിനായി മെനു ബാറിലുള്ള ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് ലൈറ്റ്സ് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ലൈറ്റ്സ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഏരിയ ലൈറ്റ് കൊണ്ടുവരാം. ഏരിയ ലൈറ്റ് കൊണ്ടുവന്നതിന് ശേഷം ലൈറ്റ്സ് വിസിബിൾ അല്ലെങ്കിൽ നമുക്കിവിടെ മുകളിലുള്ള ഓപ്ഷനിൽ ലൈറ്റ്സും ഷാഡോസും ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലൈറ്റ് വിസിബിൾ ആകുന്നതാണ്. ഇവിടെ നമ്മളിത് മൂവ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് ലൈറ്റ് വിസിബിലിറ്റി കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആട്രിബ്യൂട്ടിലുള്ള ഏരിയ ലൈറ്റ് ഷേപ്പ് 1ൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്ക് ഷാഡോസിൻ്റെ കളേഴ്സും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനായി ഷാഡോ കളർ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി നമുക്ക് മറ്റൊരു ലൈറ്റ് സെലക്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് ഏരിയ ലൈറ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ക്രിയേറ്റിൽ പോയി ലൈറ്റ്സ് ക്ലിക്ക് ചെയ്ത് ഡയറക്ഷൻ ലൈറ്റ് കൊണ്ടുവരാം. ഈ ഒരു ലൈറ്റ് എങ്ങനെ മൂവ് ചെയ്താലും ആ ലൈറ്റിൻ്റെ ഡയറക്ഷൻ അഫക്റ്റ് ആവുന്നില്ല. കാരണം ഏത് ഡയറക്ഷനിലാണോ ഈ ലൈറ്റ് ഇരിക്കുന്നത് ആ ഡയറക്ഷനിൽ മാത്രമേ ഇതിൻ്റെ ലൈറ്റ്സ് വിസിബിൾ ആകത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ ആംഗിൾ മാറ്റുവാണെങ്കിൽ നമുക്ക് ആ ഡയറക്ഷനിലെല്ലാം ഇതിൻ്റെ ലൈറ്റ്സ് വിസിബിൾ ആകുന്നതാണ്. ഇവിടെ ഏരിയ ലൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ആട്രിബ്യൂട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാനും ഇതിൻ്റെ ഇൻറ്റൻസിറ്റി മാറ്റാനും കഴിയുന്നതാണ്. നമ്മൾ മായയിൽ അർണോൾഡ് എഞ്ചിനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അർണോൾഡ് നമുക്ക് കുറച്ച് ലൈറ്റ്സ് തന്നിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് മെനു ബാറിലുള്ള അർണോൾഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ലൈറ്റ്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുറച്ച് ലൈറ്റ്സ് കാണാം. ഇവിടെ നമുക്കിപ്പോൾ ഡയറക്ഷൻ ലൈറ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഏരിയ ലൈറ്റ് സെലക്ട് ചെയ്യാം. ഏരിയ ലൈറ്റ് സെലക്ട് ചെയ്യുമ്പോഴും മുന്നേ കണ്ട ഏരിയ ലൈറ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാം, ഇൻറ്റൻസിറ്റി കൂട്ടാം. ഇവിടെ നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ട്, എക്സ്പോഷർ. എക്സ്പോഷർ കൂട്ടി കഴിയുമ്പോൾ ഇതുപോലെ അതിൻ്റെ ബ്രൈറ്റ്നെസ് ഭയങ്കരമായിട്ട് കൂടുന്നതാണ്. മുന്നേ നമ്മൾ ഉപയോഗിച്ച മായയുടെ ഡിഫോൾട്ടായ ഏരിയ ലൈറ്റിനെക്കാട്ടിലും കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതാണ്. ഇതെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സിലൂടെ നമ്മൾ കവർ ചെയ്യുന്നതാണ്. ഈ ഓപ്ഷൻസുകളെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ എല്ലാം കവർ ചെയ്തു പോകുന്നതാണ്. നമുക്കിനി അടുത്ത ലൈറ്റ് നോക്കാം, സ്കൈഡം ലൈറ്റ്. സ്കൈഡം ലൈറ്റ് ഒരു ഇമേജ് ബേസ്ഡ് ലൈറ്റ് ആണ്. നമുക്കിവിടെ ഇമേജ് ആഡ് ചെയ്യാം. അതിനായിട്ട് നമുക്ക് കളറിൽ പോയി ചെക്കർ ബോക്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫയൽസ് ക്ലിക്ക് ചെയ്ത് നമുക്കിവിടെ ഇമേജസ് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്കൊരു HDR ഇമേജ് കൊണ്ടുവരാം. നമുക്ക് ഇതുപോലത്തെ സറൗണ്ടിങ്സ് ആഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതുപോലത്തെ HDR ഇമേജസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇവിടെ നമുക്ക് ഏരിയ ലൈറ്റ് ഡിലീറ്റ് ചെയ്യാം. ഏരിയ ലൈറ്റ് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് മെഷ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഒരു മെഷ് ലൈറ്റായി മാറുന്നതാണ്. ഇവിടെ നമുക്കിതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടുകയും എക്സ്പോഷർ കൂട്ടുകയും ചെയ്യാം. ഈ ഒബ്ജക്റ്റ് കുറച്ച് മുകളിലേക്ക് കൊണ്ടുവരാം. ഇതുപോലെ നമുക്കിതിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫോട്ടോമെട്രിക്കും ലൈറ്റ് പോർട്ടലും ഫിസിക്കൽ ലൈറ്റും അവൈലബിൾ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. താങ്ക്